ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ മീൻ ക്ലീൻ ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല, ഒരാൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിന് ശേഷം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് കണ്ണൂർ സ്റ്റൈൽ മുളകിട്ട കറിയാണ്, അതായത് അയില മുളകിട്ട കറിയാണ്, കണ്ണൂർ സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല വെക്കുന്നത്. അപ്പോൾ കണ്ണൂർ സ്റ്റൈൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയൊക്കെ എടുത്തിട്ട് നല്ലപോലെ അരിഞ്ഞെടുക്കുക. ഞാൻ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഓരോന്നോരോന്നെടുത്തിട്ട് കാണിച്ചു തന്നത്. അതിനുശേഷം പുളി, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുക്കുക. ഒരു പിടി കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കുക. അതിന് ശേഷം നല്ലപോലെ അത് പിഴിഞ്ഞ് കൊടുക്കുക. എൻ്റെ ലാംഗ്വേജിന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം ചട്ടിയിലോട്ടിടുക. എല്ലാ സാധനങ്ങളും ഇടണം, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം. അതിനുശേഷം പുളിവെള്ളമില്ലേ, അതും കൂടി ചേർക്കുക. അതിൽ ലാസ്റ്റത്തെ ഇത് ചേർക്കണ്ട, ഇത് കടിക്കാൻ കിട്ടും. അങ്ങനെ അത്രയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നേരെ അടുപ്പിലോട്ട് വെക്കുക. അടുപ്പിലോട്ടോ അല്ലെങ്കിൽ സ്റ്റൗവിലോട്ടോ എങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഒരിക്കൽ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് തുറന്നിട്ടിട്ട് പതക്കാൻ വിടുക. കുറച്ച് വറ്റട്ടെ, അത് വറ്റുമ്പോഴേ നല്ല രുചി ഉണ്ടാവുക. കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുക, അതായത് കോക്കനട്ട് ഓയിലും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ആ തിളയ്ക്കുന്ന സമയത്ത്. മോള് കരയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അതിന് ശേഷം നല്ലപോലെ തിളച്ച് വറ്റി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ടോയെന്ന് ഒരിക്കൽ നോക്കണം, ഒരിക്കൽ ഇളക്കിയിട്ട് നോക്കണം. എനിക്കിപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ആക്കുന്ന പോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഊതുന്നതാണ് കേട്ടോ, ചൂടായതുകൊണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.